Good morning. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആയില്ലേ? ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ആണേ. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിക്കണം എന്ന് നമുക്കറിയാം അല്ലെ? ഇനി എന്തായിരിക്കാം ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല്? എന്താണ് ആരോട് റിപ്ലൈ ചെയ്യാത്തെ? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. എങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും? എല്ലാ തരത്തിലുമുള്ള ഡീറ്റെയിൽസ് അല്ലെ? അവർക്ക് എന്തൊക്കെ ഇത് വന്നിരിക്കുന്ന പേഷ്യന്റ് ആരാണ്, എന്താണ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമല്ല, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, കെയർ മുതലായ മെഡിക്കേഷൻസ് മുതലായ എല്ലാ രീതിയിലുമുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒത്തിരി ടൈപ്പ് ഓഫ് മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനിവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് മീൻസ് who, what, why, where and when of patient care to the hospital. അതായത് ഇവിടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇറ്റ്സ് എ ലീഗൽ റെക്കോർഡ് അല്ലെ? ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു രേഖയല്ലേ? എന്തിനു വേണ്ടിയാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കുന്നത്? എന്തിനാണ് ഇതൊരു ലീഗൽ റെക്കോർഡാണെന്ന് പറയുന്നത്? നമുക്ക് ഭാവിയിൽ എന്തൊരു കാര്യം വന്നാലും നമുക്ക് ഈ റെക്കോർഡ് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അവിടെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലീഗൽ റെക്കോർഡാണ്, ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. അപ്പൊ ഇവിടെ ആരാണ് ഒരു പേഷ്യന്റ് പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ അവരാരാണ്, അവർ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, അവർക്ക് എന്താണ് ആവശ്യം അല്ലെ, എപ്പോഴാണ് അവരിവിടെ വന്നത്, ഇനി എന്തൊക്കെ പേഷ്യൻസിന് വരുന്ന പേഷ്യൻസിന് എന്തൊക്കെ പരിചരണമാണ് നമ്മൾ കൊടുത്തത് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒന്നാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആൻഡ് മെഡിക്കൽ റെക്കോർഡ് ഫേവേഴ്സ് പേഷ്യൻസ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. ഇത് എപ്പോഴും ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ആരെ ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്ക് അനുയോജ്യമായിട്ടുള്ളതൊക്കെയാണ്, അതിൽ അനുകൂലമായിട്ടുള്ളതാണ്, പേഷ്യൻസിന് അനുകൂലമായിട്ടുള്ളതാണ്. അതുപോലെ കൺസൾട്ടൻസിന് ഇത് ഉപയോഗിക്കാം അല്ലെ? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഫിസിഷ്യൻസിന് ഇത് യൂസ് ചെയ്യാം അല്ലെ? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ ഹോസ്പിറ്റലിനും ഫേവർ ചെയ്തുകൊണ്ടാണ് എപ്പോഴും മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പേഷ്യന്റിന് ഒരു കൺസൾട്ടന്റിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റെക്കോർഡ് പ്രീവിയസ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം അല്ലെ? അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫിനും അതുപോലെ എന്ത് കാര്യം വന്ന് എന്ത് സംശയം വന്നാലും ഇതെടുത്ത് നോക്കാം. ആ ഹോസ്പിറ്റലിനും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് അവർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും ഫേവർ ചെയ്യുന്ന രീതിയിലാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ തയ്യാറാക്കുന്നത്. The legal aspects include requirements and principles related to making the medical record, including its contents, using the and retaining the record, maintaining it, obtaining it and releasing information from it. ഇനി എന്താണ്? ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു കുറച്ച് വശങ്ങൾ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ വെറുതെ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് തരുമോ? മെഡിക്കൽ റെക്കോർഡ് ഇല്ല.
അല്ലെ? ഇതൊരു നിയമപരമായ കുറച്ച് വശങ്ങള് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? Requirements and principles relate to making the medical record. മെഡിക്കൽ റെക്കോർഡ് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമപരമായിട്ടുള്ള വശങ്ങൾ ഇതിലുണ്ട്. ഇൻക്ലൂഡിങ് ഇറ്റ്സ് കണ്ടന്റ്, അതിന്റെ കണ്ടന്റുകള്, അതുപോലെ തന്നെ യൂസിങ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടന്റ്. ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ആയിരിക്കും അതിൽ ഉൾപ്പെട്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ, റെക്കോർഡ് നിയന്ത്രിക്കാൻ, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനൊക്കെ കുറെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നതായിട്ട് വരും അല്ലെ? അങ്ങനെ എല്ലാവർക്കും അത് ഒബ്റ്റെയിൻ ചെയ്യാനോ എടുക്കാനോ അത് പിന്നീട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ റിലീസിങ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്, ആ ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് വിടാനൊന്നും പാടില്ല. അപ്പൊ എപ്പോഴും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾക്ക് കുറച്ച് നിയമപരമായ വശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നിയന്ത്രിക്കുമ്പോഴോ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അത് ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനൊക്കെ ഒരു പരിധി വരെ കുറെ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളും കൃത്യമായ രീതികളും പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആ ഒരു പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് പുറത്തു വിടാനോ അല്ലെങ്കിൽ അവർക്ക് പബ്ലിക് ആയിട്ടത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാനോ ഒന്നും പാടില്ല. Then the hospital put together and keep medical records mainly for benefit of the patient, and medical records are also kept as guide to consultant for the medical statistics research and the security of the physician and hospital staff and hospital against unfair criticism. ഇനി എന്താണ് മറ്റൊരു കാര്യം? The hospital put together and keep medical record mainly for the benefit of the patients. അല്ലെ? പ്രധാനമായിട്ടും പേഷ്യൻസിന് നേട്ടമുണ്ടാവാൻ അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഈ മെഡിക്കൽ റെക്കോർഡ് ആർ ഓൾസോ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു കൺസൾട്ടന്റ്. ഇല്ലേ? അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഇതൊരു നല്ലൊരു എന്താണ് ഒരു ഗൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അവരുടെ മെഡിക്കൽ ഹിസ്റ്ററീസിനെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ച്, അവർക്ക് കൊടുത്തിട്ടുള്ള മുൻപ് കൊടുത്തിട്ടുള്ള വിവരങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഗൈഡായിട്ട് കൺസൾട്ടന്റിന് ഇത് ഉപയോഗിക്കാം. എന്തുകൊണ്ട് എന്താ പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് ആർ ഓൾസോ കെപ്റ്റ് ആസ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച്. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ള സ്ഥിതിവിവരവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് വഴി അത് പേഷ്യൻസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ കൺസൾട്ടന്റിന് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാവാം. 4ാമതാണ് സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ എഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. എന്താണ് അൺഫെയർ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എന്താണ്? അൺഫെയർ ക്രിറ്റിസിസം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നാൽ അല്ലെ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനെതിരായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെതിരായിട്ട് വരാം, അല്ലെങ്കിൽ ഫിസിഷ്യൻ ഡോക്ടേഴ്സിനെതിരായിട്ട് വരാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കെതിരായിട്ടും പലതരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ വിമർശനങ്ങൾ വരാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള വിമർശനങ്ങളോ പ്രോബ്ലംസോ വരുമ്പോ അതിനെതിരെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു സംരക്ഷണമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡുകളുണ്ട്, നമ്മൾ ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആ മെഡിക്കൽ റെക്കോർഡുകളെ നമ്മൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് എതിരായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പേഷ്യൻസിന് ബെനിഫിറ്റ് ഉണ്ടാവാനും പ്രയോജനകരമാവാനും അതുപോലെ കൺസൾട്ടന്റിന് ഒരു ഗൈഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. 3ാമത് പറയുന്നത് മെഡിക്കൽ റെക്കോർഡുകൾ മെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 4ാമത്തത് ഹോസ്പിറ്റലിനെതിരായിട്ടോ അവിടുത്തെ ഫിസിഷ്യനെതിരായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കെതിരായിട്ടോ വരുന്ന അൺഫെയർ ആയിട്ടുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾക്കെതിരെ ഒരു സുരക്ഷയായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് when the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of the patient.
ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു പേഷ്യന്റ് ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മളൊരു ഇംപ്ലോയി കോൺട്രാക്ട് ടു പ്രൊവൈഡ് സർവീസസ്, നമുക്ക് അവരുടെ നിന്നും സർവീസ് കിട്ടണമെങ്കിൽ ഒരു കോൺട്രാക്ട്, ഒരു പരോക്ഷമായിട്ടുള്ള ഒരു കരാറിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നില്ലേ? ഉണ്ടോ? അങ്ങനെ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു കരാറിൽ പരോക്ഷമായിട്ടാണെങ്കിലും നമ്മൾ അത് ഏർപ്പെടുന്നുണ്ട് അല്ലെ. അങ്ങനെ ഏർപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പലതരത്തിലുള്ള ഫോമും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്ത് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു നമ്മുടെ ഫോം അവർ പരോക്ഷമായിട്ട് തന്നെ ഒരു കരാറിൽ അവരുമായിട്ട് ഏർപ്പെടുന്നു. അതിലൂടെയാണ് അവർക്ക് അതെന്തിനു വേണ്ടിയാണ് അവരൊരു കരാറിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്? ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കെയറും എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ള സേവനങ്ങള് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു പരോക്ഷമായിട്ട് ഒരു കരാറിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുന്നുണ്ട്. ദിസ് കോൾസ് ഫോർ കീപ്പിംഗ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ദ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ബൈ ദ പേഴ്സണൽ. ഇനി ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് മുതൽ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന കെയർ, അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു കാലക്രമേണ ഒരു രേഖയായിട്ട് ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കാലക്രമേണ ഒരു രേഖ പോലെ, ഒരു ക്രോണോളജിക്കൽ റെക്കോർഡായിട്ട് അല്ലെ, കാലക്രമേണ രേഖ പോലെ ഒരു റെക്കോർഡായിട്ട് കൃത്യമായിട്ട് അതവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം നമ്മുടെ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമായിരുന്നു. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റെക്കോർഡാണ്, നിയമപരമായിട്ടുള്ള ഒരു നിയമരേഖയാണ്. ഇത് നമുക്ക് ആരാണ് അവിടെ വന്നിരിക്കുന്നത്, എന്തിനെ വന്നു, എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ഇനി അവർക്ക് എന്തൊക്കെ പരിചരണം കൊടുത്തു മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് എല്ലാവർക്കും ഫേവർ ചെയ്യുന്ന രീതിയിൽ പേഷ്യൻസിന് ഫേവറബിൾ ആണ്, കൺസൾട്ടന്റിന് ഫേവറബിൾ ആണ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ആ ഹോസ്പിറ്റലിനും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് രൂപപ്പെടുത്തുന്നത്. ഇനി ഒരു ലീഗൽ ആസ്പെക്ട്, ഈ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ നിയമപരമായിട്ടുള്ള ഒരു വശം എന്താണ്, കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഇത് നമുക്ക് അങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അതിനാവശ്യമായ രീതിയിൽ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലല്ല, മറിച്ച് വളരെ അത്യാവശ്യമുള്ള രീതിയിൽ അതിന്റെ കണ്ടൻസ് ആണെങ്കിലും, അതിൽ ഉൾപ്പെടുന്ന കണ്ടൻസ് ആയിക്കോട്ടെ, അതിൽ ഉൾപ്പെടുന്ന റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാവട്ടെ, മെയിൻറ്റെയിൻ ചെയ്തതായിക്കോട്ടെ, അത് ഒബ്റ്റെയിൻ ചെയ്തെടുത്ത് റിലീസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. അതൊരു നിയമപരമായിട്ടുള്ള രേഖയായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചില നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ വശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം, സൂക്ഷിക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് പേഷ്യൻസിന് തന്നെയാണ്. അതുകൂടാതെ കൺസൾട്ടന്റിന് അതൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം, റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അടുത്ത നമ്മൾ എന്താ പറഞ്ഞേ, അവരുടെ ഹോസ്പിറ്റലിനെതിരായിട്ട് എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ വന്നു കഴിഞ്ഞാല് അതിനെതിരെ ഒരു സെക്യൂരിറ്റി പോലെ, ഒരു സുരക്ഷ പോലെ തന്നെ നമുക്ക് ആ ഫിസിഷ്യനെതിരെയായിട്ടാവാം, ഹോസ്പിറ്റലിനെതിരെയായിട്ടാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കെതിരെയും അങ്ങനെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനം വന്നാല് അതിനെതിരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പറഞ്ഞത്, ഈ പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പരോക്ഷമായിട്ട്, ഡയറക്ട്ലി അല്ല, ഒരു ഇൻഡയറക്ട്ലി നമ്മൾ അവരുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആ പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റോ കെയറോ ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നത്. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റും കെയറോ ആണ് കൊടുത്തത് മുതലായ കാര്യങ്ങളെ ആരാണ്, ഏത് ജീവനക്കാരാണ് അവർ കൊടുത്തത്, ഏത് എംപ്ലോയീസ് ആണ് കൊടുത്തത്, ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളൊരു ക്രോണോളജിക്കൽ റെക്കോർഡായിട്ട് നമ്മൾ അതവിടെ സൂക്ഷിക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷൻ ഭാഗം.
ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബാക്കിയുള്ളവർ എന്താ റിപ്ലൈ ചെയ്യാതെ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടാ. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. മെഡിക്കൽ റെക്കോർഡ് സർവീസുകൾക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ. The standards are normally a measure set by an expert authority as the rule for measuring quantity or quality. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്താണ് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്? Are normally a measure set by an expert authority, ഒരു വിദഗ്ധ അതോറിറ്റി സെറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു നിശ്ചയിച്ചിട്ടുള്ള ഒരു അളവ് അല്ലെങ്കിൽ ഒരു മെഷർ ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Are the rule for measuring quality or quantity. നമ്മൾ ആ ഒരു സർവീസിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയാണ് എന്നത് അളക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിദഗ്ധ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള ഒരു അളവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുക അല്ലെ. നമ്മൾ പഠിച്ചു കാണും സ്റ്റാൻഡേർഡ്സ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പഠിപ്പിച്ചോ? ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലായിരിക്കും അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലുകളും ഓരോരോ കാര്യങ്ങൾ, ഇപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആവാം, അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണമാവാം, അതുമായി ബന്ധപ്പെട്ട കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ കൃത്യമായ സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം അവർ വർക്ക് ചെയ്യേണ്ടത്. ആ സ്റ്റാൻഡേർഡ് താഴ്ന്നു പോകാൻ പാടില്ല, ആ സ്റ്റാൻഡേർഡിന് താഴാൻ പാടില്ല, സ്റ്റാൻഡേർഡിനും ഉയർന്നായിരിക്കണം, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഉയർന്നോ ആയിരിക്കണം അവരുടെ സർവീസുകൾ നൽകേണ്ടത്. അപ്പൊ ഇവിടെയും അതാണ്, അവർ നൽകുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട ആ ഒരു മെഷർമെന്റ് ആണ്, അളവെടുക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, നല്ല ക്വാളിറ്റിയിലാണോ അവർ ആ സർവീസ് കൊടുക്കുന്നത്, അത് അളക്കാൻ വേണ്ടിയുള്ള ഒരു വിദഗ്ധ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ഒരു അളവിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഇസ് നോർമലി എ കണ്ടീഷൻ ഓഫ് ലൈസൻസിങ്. അപ്പൊ നമുക്കറിയാം ഈ സ്റ്റാൻഡേർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതായത് നമുക്കൊരു ഹോസ്പിറ്റലില്, നമുക്കൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, AERB ഒക്കെ പഠിച്ചല്ലേ. ലൈസൻസ് വേണം എന്നുള്ളത് റെഗുലേഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരെ പാലിച്ചുകൊണ്ടായിരിക്കണം. അത് വിദഗ്ധ അതോറിറ്റിയാണ് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ലൈസൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് നമുക്ക് പാലിക്കണം. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ, നമുക്ക് അംഗീകാരം ലഭിക്കാനായിട്ട്, നാബിന്റെ ഒക്കെ അംഗീകാരം ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓൺ പേയ്മെന്റ് ഓഫ് സർവീസ്, ഈ സർവീസുകളുടെ പേയ്മെന്റ് നമുക്ക് ലഭ്യമാവാൻ വേണ്ടി. അപ്പൊ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ആളുകളെ കിട്ടുള്ളൂ, അതിനനുസരിച്ചുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ. അതേസമയം ഈ സ്റ്റാൻഡേർഡ് പാലിക്കാത്ത രീതിയിലാണ് അവിടെ പെർഫോം ചെയ്യുന്നതെങ്കിൽ ആളുകൾ സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ പോവുകയും ചെയ്യും, റിലീവ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൃത്യമായും ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. Then the hospital must keep medical records that are documented correctly and in timely manner. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ റെക്കോർഡ്സ് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. അതെങ്ങനെയാണ്? ഇനി ടൈംലി മാനർ, വളരെ സമയബന്ധിതമായിട്ട്, പെർഫെക്റ്റ് ആയിട്ട്. അതുപോലെ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാല് നമുക്ക് റെഡിലി അവൈലബിൾ ഫോർ സ്വിഫ്റ്റ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അതിൽ ഉള്ള സ്ഥിതിവിവര കണക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് പെർഫെക്റ്റ് ആയിട്ടും വളരെ സമയബന്ധിതമായിട്ടും കീപ്പ് ചെയ്താല് നമുക്ക് എപ്പോ ഒരു അത്യാവശ്യം വന്നാലും സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വേഗത്തിൽ അല്ലെ, നമുക്ക് വേഗത്തില് ഈ സാധനം അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടെടുക്കാനായിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് നമുക്ക് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന രീതിയിൽ എപ്പോഴും ഒരു ഹോസ്പിറ്റല് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യണം. അത് ആ സ്റ്റാൻഡേർഡ് കൂടി തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസിൽ പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് ശരിക്കും
ഒരു എക്സ്പേർട്ട് അതോറിറ്റി അല്ലെങ്കിൽ വിദഗ്ധ അധികാരികള് അതോറിറ്റീസ് നിശ്ചയിച്ചിട്ടുള്ള അളവിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലാണ് ഏതൊരു വിഭാഗം ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ടും അവർ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ആ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത്. ഈ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അവർ പല കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇത് പാലിക്കുന്നത് വഴി നമുക്കൊരു ലൈസൻസും കാര്യങ്ങൾക്കും ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കേണ്ടതായിട്ട് വരും. അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ സർവീസിനോടുള്ള പേയ്മെന്റ് കിട്ടണമെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ നമ്മൾ പാലിച്ചാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ എപ്പോഴും മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുമ്പോഴും ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതിലൂടെ വളരെ സമയബന്ധിതമായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ടും എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം എപ്പോ വേണമെങ്കിലും വേഗത്തിൽ ഒരു ആവശ്യം വന്നാൽ നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സ്റ്റാൻഡേർഡ്സ്. റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക. ക്ലിയർ ആണോ? അടുത്ത ഭാഗം നോക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് the inpatient medical record must include at least the following. ഈ പറയുന്ന inpatient medical recordല് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരു ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തതാണ് അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡേറ്റ. ഒരു ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡേറ്റ. വളരെ സമ്പൂർണവും അതുപോലെ വളരെ കൃത്യമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഡേറ്റ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രേഖ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുമ്പോൾ ഇന്ന പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇന്ന പേഷ്യന്റ് ഇങ്ങനെ അവരുമായി ബന്ധപ്പെട്ട കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വളരെ സമ്പൂർണമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖയായിരിക്കണം ഇതിൽ ഉണ്ടാവണം. അത് ഇന്ന ആൾക്കാണ് അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റിനാണ് ഉള്ള മെഡിക്കൽ റെക്കോർഡാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. രണ്ടാമത്തത് എ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസസ്. എന്താ, അവർ ഇൻപേഷ്യന്റ് സർവീസിലേക്ക് പ്രവേശിച്ചു, അഡ്മിഷൻ എടുത്തു, അവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന രീതിയിൽ ഇൻപേഷ്യന്റ് ആയിട്ട് അവർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞുള്ള ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്ത് ചെയ്യണം, പൂർത്തിയാക്കിയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അവിടെ 24 മണിക്കൂറാണ് സമയം പറയുന്നത്. അഡ്മിഷൻ എടുത്ത് 24 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ 24 മണിക്കൂറാണ് അഡ്മിഷൻ എടുത്ത് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ്. എന്താ, അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ പൂർത്തിയാക്കണം.
മൂന്നാമത് പറയുന്നത് എ ഫിസിഷ്യൻ assessment completed within the first 24 hours of admission to inpatient. ഇനി ആദ്യത്തെ 24 മണിക്കൂറിൽ, അതായത് അഡ്മിഷൻ എടുത്ത ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഫിസിഷ്യൻസിന്റെ അസസ്മെന്റ്, ഫിസിഷ്യൻസ് അവരെ കണ്ടു, അവർ ആവശ്യമായ വിലയിരുത്തൽ നടത്തുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. Then proof of appropriate informed consent. നമ്മൾ ഇതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മളോട് ഇൻഫർമേഷൻ തന്നെ നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങും, അല്ലെ, കൺസേൺ വാങ്ങും, അല്ലെ. ഏതൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇല്ലേ വാങ്ങാറില്ലേ? പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യൻസിന് കൂടെയുള്ള റിലേറ്റീവ്സിനോട് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഫർമേഷൻ തന്ന് നമ്മളിൽ നിന്നുള്ള കൺസേൺ വാങ്ങും, അല്ലെ. ഇവിടെ പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോം കൺസേൺ. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അവർ അതിനുള്ള കൺസേൺ ഫോം ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെ, ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള കൺസേൺ ഫോമുകളുമായി ബന്ധപ്പെട്ട പ്രൂഫുകൾ ഇതിൽ വെക്കണം. Then statements of all diagnostic and therapeutic procedures. ചികിത്സാപരമായിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പാത്തോളജി ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻ ആസ് വെൽ ആസ് റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ലാബുകളിലൊക്കെ ചിലപ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകളോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടാവും, അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ റേഡിയോളജി റൂമില് നമ്മൾ എക്സ്റേയോ CTയോ MRIയോ മുതലായിട്ടുള്ള ന്യൂക്ലിയർ എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് നോക്കിയിട്ട് വ്യക്തമാക്കിക്കോട്ടോ. ആദ്യത്തെ എന്താ പറഞ്ഞത്, ആ പേഷ്യന്റ് ഏതാണ് അല്ലെങ്കിൽ ആ ഒരു രോഗിയെ കുറിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായിട്ടും കൃത്യമായിട്ടൊരു രേഖ ഉണ്ടായിരിക്കണം. ഇന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡാണ് ഇത് എന്ന് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. അതുപോലെ ആ ഒരു മെഡിക്കൽ റെക്കോർഡില് നമ്മുടെ പേഷ്യന്റ് അഡ്മിഷൻ ചെയ്ത് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിരിക്കും മുതൽ ഉള്ള ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഒരു മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ പൂർത്തിയാക്കി എഴുതിയില്ല ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തത് പറയുന്നത് ആ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഫിസിഷ്യൻസ് ഇവരെ കണ്ടിട്ടുണ്ടാവും, അല്ലെ. അവരെ കണ്ടു കഴിഞ്ഞ് അവരുടെ വിലയിരുത്തൽ എന്താണോ അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു അസസ്മെന്റ് എന്താണോ അത് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ ഇൻഫോംഡ് കൺസേൺ, നമ്മളോട് ഇൻഫർമേഷൻ തന്ന് നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുള്ള കൺസേൺസുമായി ബന്ധപ്പെട്ട പ്രൂഫ് അല്ലെങ്കിൽ തെളിവുകൾ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായി ബന്ധപ്പെട്ട പല പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഇപ്പൊ ലാബുകളിൽ നമ്മൾ ടെസ്റ്റുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ, അതുപോലെ റേഡിയോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻസ്, ഇപ്പൊ CT സ്കാനോ MRIയോ എക്സ്റേയോ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിസൾട്ടുകൾ, റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഇവര് ഈ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ക്ലിയർ ആണോ? ആ പോയിന്റ്സ് അത്രയും പോയിന്റ്സ് ഓക്കെയാണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? നെക്സ്റ്റ് നോക്കിയേ, കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആർ പ്രോഗ്രസ് നോട്ട്. ഇപ്പൊ നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ അവർ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങളും നിർദ്ദേശിക്കും, അല്ലെ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൺസൾട്ടന്റിന്റെ അവർ കണ്ട് അത് കഴിഞ്ഞുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ പ്രോഗ്രസ് നോട്ട്, അവരുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഉൾപ്പെടുത്തി വെക്കണം. ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തറ്റിക് റിപ്പോർട്ടുകൾ, എന്തെങ്കിലും ഓപ്പറേഷൻസോ കാര്യങ്ങളോ സർജറി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തണം. അതുപോലെ ഒരു ഡിസ്ചാർജ് സമ്മറി റിട്ടൺ അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ, ബ്രീഫ്ലി സമ്മറൈസിംഗ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയേഴ്സ് ഡൺ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് in the condition of the patient on discharge and the specific instruction given to the patient and family. ഇനി നമ്മൾ ലാസ്റ്റ് പോരാണ്, അവിടുത്തെ ഡിസ്ചാർജ് ചെയ്ത് പോരാണ്, നമുക്ക്
ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആയെന്ന് വിചാരിക്കുക. അപ്പൊ അതിനാണ് നമ്മുടെ പ്രോഗ്രസ് നോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട നോട്ടും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോരുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ അവസാനിപ്പിച്ചു, നമ്മൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി തരും അല്ലെ. നമുക്ക് ഡിസ്ചാർജ് സമ്മറി തരാറില്ലേ. അപ്പൊ ആ ഡിസ്ചാർജ് സമ്മറിയില് ബ്രീഫ്ലി സമ്മറൈസ്, ഡിസ്ചാർജ് സമ്മറിയും ഇതിൽ ഉൾപ്പെടുത്തി വെക്കണം. ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് ഡിസ്ചാർജ് സമ്മറിയും അവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ചാർജ് സമ്മറി എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് വളരെ ചുരുക്കി ബ്രീഫായിട്ട് ഒരു സംഗ്രഹമായിരിക്കണം. എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് അവർ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, അതിന്റെ കാരണം അല്ലെ. അതുപോലെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, എന്തൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അവർക്ക് കൊടുത്തത്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് നൽകിയത്, അതുപോലെ നിലവിലെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളോട് ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ പറയാറുണ്ട് അല്ലെ, കുറെ ഇൻസ്ട്രക്ഷൻസ് തരാറില്ലേ, ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന വളരെ ബ്രീഫായിട്ട് ചുരുക്കി വളരെ സംഗ്രഹിച്ചുകൊണ്ട് ഈ പറയുന്ന ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അതുകൂടി ഈ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് മെഡിക്കൽ റെക്കോർഡ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി ഒതന്റിക്കേറ്റഡ്, ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ്, ഒരു രഹസ്യ സ്വഭാവം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം അല്ലെ. എന്താണ് ഒരു രഹസ്യ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഈ പേഷ്യന്റിന്റെ ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും വളരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ വളരെ സെക്യൂർഡ് ആയിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കണം അല്ലെ. അത് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റണം. അല്ലാതെ എല്ലാവർക്കും അതെടുത്ത് ഉപയോഗിക്കാനോ അത് റിലീസ് ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മൾ പറഞ്ഞ നേരത്തെ ലീഗൽ ഡോക്യുമെന്റ് ആണ്, കുറച്ച് വശങ്ങൾ ലീഗൽ ആയിട്ടുള്ള വശങ്ങളുള്ളത്. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ ആ ഒരു രഹസ്യ സ്വഭാവം അവർ തന്നെ എന്ത് ചെയ്യണം, വളരെ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം. പ്രസന്റ്ലി ഓഡിറ്റഡ്, നിലവിൽ ആധികാരികതയുള്ള ഒരു റെക്കോർഡ് ആയിരിക്കണം. അതുപോലെ എലിജിബിൾ ആയിരിക്കണം, വ്യക്തവും അതുപോലെ തന്നെ വളരെ പൂർണ്ണവുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലെ, വളരെ വ്യക്തമായിട്ടും വളരെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഈ മെഡിക്കൽ റെക്കോർഡുകളെ റെഡിയാക്കാനും അത് സൂക്ഷിക്കാനും. ഒരു മെഡിക്കൽ റെക്കോർഡുകള് എന്തുമായി ബന്ധപ്പെട്ട ഒരു ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളിൽ വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം ആ റെക്കോർഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇന്ന പേഷ്യന്റിനാണ് ഈ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി തയ്യാറാക്കി ഉൾപ്പെടുത്തണം. അതുപോലെ ഫിസിഷ്യൻസിന്റെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഇൻഫോംഡ് കൺസേൺസുമായി ബന്ധപ്പെട്ട പ്രൂഫുകൾ ഉൾപ്പെടുത്തണം. അതുപോലെ ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തണം. പാത്തോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറിയിലെ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പോയിട്ടുള്ള റിസൾട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ കൃത്യമായിട്ട് ഓരോ കൺസൾട്ടേഷൻ കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തണം. പ്രോഗ്രസ് നോട്ട്, അവരുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഓപ്പറേഷൻസോ സർജറീസോ കാര്യങ്ങളോ കഴിഞ്ഞോ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഇതിൽ ഉൾപ്പെടുത്തണം. ലാസ്റ്റ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ വാസം അവസാനിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജ് സമ്മറിയും ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ആ ഡിസ്ചാർജ് സമ്മറിയിൽ വളരെ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയാണ്, റീസൺ ആണ് എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടെത്തലുകളാണ് ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധിച്ചത്, അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ നിലവിലെ കണ്ടീഷൻ എന്താണ്, അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് പേഷ്യന്റിനും ഫാമിലിക്കും കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. പിന്നീട് ഒരു മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നതായിരിക്കണം, വളരെ വ്യക്തവും പൂർണ്ണവുമായിരിക്കണം. അതുപോലെ തന്നെ നല്ല നിലവിൽ ആധികാരികതയുള്ളവയും ആയിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളാണ് താഴെ പറയുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയി ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ നിൽക്കാറുണ്ട് അല്ലെ? പോവാറില്ലേ? നമ്മൾ രജിസ്ട്രേഷൻ ഏരിയയിലേക്കല്ലേ ആദ്യമായിട്ടൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ആദ്യം പോകുന്നേ അല്ലെ? അപ്പൊ നോക്കിയേ, രജിസ്ട്രേഷൻ സംവിധാനം അവിടുത്തെ എങ്ങനെയാണ് നോക്കിയേ. A central registration system with 24-hour service should preferably be kept for all outpatients and inpatients. ഒരു ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രേഷൻ, സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വേണം. നമുക്ക് അവിടെ ഔട്ട് പേഷ്യന്റിന് വേണ്ടി വേറെ അല്ലെങ്കിൽ ഇൻപേഷ്യന്റിന് വേറെ അങ്ങനെയൊന്നുമില്ല. ഔട്ട് പേഷ്യന്റിനും ഇൻപേഷ്യന്റിനും ഒക്കെ ആരിപ്പോ ഹോസ്പിറ്റലിൽ എപ്പോ ചെന്നാലും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യില്ലേ? ഇല്ലേ? ഏത് സമയത്ത് ഇന്ന് രാത്രിയിലോ പകലൊന്നും ഇല്ലല്ലോ. എപ്പോ ചെന്നാലും അവിടെ നമ്മുടെ പുതിയതായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട് അല്ലെ? അവിടെ 24 hours പ്രവർത്തിക്കുന്ന ഔട്ട് പേഷ്യൻസിനോ ഇൻപേഷ്യന്റിനോ ആയിക്കോട്ടെ, രണ്ട് കൂട്ടർക്കും 24 hours സർവീസ് നൽകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. Each patient will have one unit record and one permanent number used for all episode of care. എന്താ നമുക്ക് അവിടെ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു റെക്കോർഡ് അവിടെ, ഒരു യൂണിറ്റ് റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഉണ്ടോ? നമുക്കൊരു ചാർട്ട് നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? അവിടെ ചെയ്യുന്നില്ലേ? പുതിയൊരു ചാർട്ട് എടുക്കുന്നില്ല, ഒരു പുതിയ ചാർട്ട് നമ്മുടെ പേരൊക്കെ എഴുതി അവർ റെഡിയാക്കി വെക്കും അല്ലെ? അതൊരു പുതിയ റെക്കോർഡ്, ഒരു യൂണിറ്റ് റെക്കോർഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ ഒരു പെർമനന്റ് നമ്പർ തരില്ലേ നമുക്ക്? തരുമോ? ഇപ്പൊ അങ്ങനെ നമ്പർ തരുമോ? നമ്മൾ ഓരോരുത്തരുടെയും നമ്പേഴ്സ്, ഒപി നമ്പർ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു നമ്പർ തരുമോ അല്ലെ? അത് എല്ലാ എപ്പിസോഡ് ഓഫ് കെയർ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം പോവാന്ന് വിചാരിച്ചോ, ആ നമ്പർ ഉപയോഗിച്ചല്ലേ അവർ ആ ചാർട്ട് എടുക്കുന്നത് അല്ലെ? ആ റെക്കോർഡ് എടുക്കുന്ന ആ നമ്പർ ഉപയോഗിച്ചാണ് അല്ലെ? ഇപ്പൊ എത്ര എപ്പിസോഡ് ഓഫ് കെയർ ഇപ്പൊ നമ്മൾ 2 പ്രാവശ്യം നമുക്ക് പോകണമെങ്കിലോ 3 പ്രാവശ്യം വേണമെങ്കിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞാണ് നമ്മൾ പിന്നീട് അവരുടെ പരിചരണത്തിനായി പോകുന്നതെങ്കിലോ എപ്പോഴും നമ്മൾ ഈ പറയുന്ന ആ യൂണിറ്റ് റെക്കോർഡും ആ പെർമനന്റ് നമ്പറും തന്നെയായിരിക്കും അതിനു വേണ്ടി ഉപയോഗിക്കുക ആണല്ലോ. പുതിയ റെക്കോർഡും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ആ ഉണ്ടെങ്കിൽ നിലവിൽ ആ ഒരു നമ്പറും ആ ഒരു പെർമനന്റ് നമ്പറും ആ റെക്കോർഡും തന്നെയായിരിക്കും നമുക്ക് പിന്നീടും ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെ? മനസ്സിലായോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, കിട്ടുന്ന കാര്യമാണ്. നോക്കി അപ്പൊ നെക്സ്റ്റ് നോക്കി, തേർഡ് പോയിന്റ്, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി പേഷ്യന്റ് വിത്ത് 24 hour സർവീസ് ഷുഡ് ഓൾസോ ബി ഗിവൻ. അപ്പൊ ഔട്ട് പേഷ്യന്റിനും ഇൻപേഷ്യന്റിനും വേണ്ടിയിട്ട് നമ്മളൊരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം കൂടി അവിടെ ഉൾപ്പെടുത്തണം. അവർക്ക് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 24 മണിക്കൂറും എത്ര കേസുകൾ, എപ്പോഴാണോ കേസുകൾ വരുന്നത് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. കാരണം പുതിയ കേസുകളാവാം, കൂടുതലും അവിടെയല്ലേ കൂടുതലും പുതിയ കേസുകളൊക്കെ നെറ്റ് ടൈമിലൊക്കെ വരാം അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓൾറെഡി ചിലപ്പോ പുതിയ പഴയതുണ്ടായിരുന്ന ചിലപ്പോ നമ്പറോ വാർഡുകളോ ചിലപ്പോൾ നമുക്ക് അന്നേരം ഒരു അത്യാവശ്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലെ? അപ്പൊ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടേക്കൊന്നും വരേണ്ട കാര്യമില്ല. നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അതിനുള്ളൊരു രജിസ്ട്രേഷൻ വേണ്ടി ഒരു സംവിധാനം കൂടി നൽകണം എന്നാ പറയുന്നത്. കിട്ടിയോ? രജിസ്ട്രേഷൻ സിസ്റ്റം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റിനും വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ഉൾപ്പെടുത്തണം. കാരണം നമ്മൾ ഓരോ പേഷ്യന്റിനും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു യൂണിറ്റ് റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പെർമനന്റ് നമ്പറും കിട്ടും. എത്ര പ്രാവശ്യം നമുക്ക് എപ്പിസോഡ് ഓഫ് കെയർ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മുടെ പരിചരണത്തിന് വന്നാലും ഈ റെക്കോർഡും ഈ പെർമനന്റ് നമ്പറും ഉപയോഗിക്കാവുന്നതാണ്.
ഓക്കെ ആണല്ലോ. മൂന്നാമത്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സംവിധാനവും കൂടി അവിടെ നൽകേണ്ടതാണ്. ക്ലിയർ ആണോ രജിസ്ട്രേഷൻ സിസ്റ്റം? ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നമ്പറിംഗ് സിസ്റ്റം. ഇനി ഈ രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞൊരു പെർമനന്റ് നമ്പർ കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. ആ പെർമനന്റ് നമ്പർ ശരിക്കും ഒരു 6 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. 6 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സ് ആണ്. ആർ നോർമലി യൂസ്ഡ് ഫോർ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യൻസ്. ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും നോർമലി നമ്പറും 6 ഡിജിറ്റ് ഉള്ള നമ്പറുകളാണ് ഉപയോഗിക്കാറ്. എ ന്യൂ പേഷ്യന്റ് ഗെറ്റ് എ ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ഓൺലി അറ്റ് ദ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം, അതായത് പുതിയതായിട്ടൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, അവരൊരു പുതിയ ഹോസ്പിറ്റലിലേക്ക് വന്ന് പുതിയ പേഷ്യന്റ് ആണെന്ന് മനസ്സിലായാൽ അവർക്ക് ആ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു നമ്പർ കിട്ടുന്നുള്ളൂ അല്ലെ. നമ്മൾ എപ്പോ ചെന്നാലും നമുക്ക് ആ നമ്പർ പുതിയതായിട്ട് മാറ്റി തരുമോ? ഇല്ല. ആ ഒരു ആദ്യമായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു 6 ഡിജിറ്റിന്റെ ആ ഒരു നമ്പർ നമുക്ക് കിട്ടുന്നത്. ആ നമ്പർ തന്നെയായിരിക്കും പിന്നീട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? നമ്പറിംഗ് സിസ്റ്റം ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അതായത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് the patient master index is designed with the important identification information for each new patient registered in the central registration area and filed in a alphabetical order in the manual system and electronically through computer. അപ്പൊ നമുക്കറിയാം ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മളൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ പോയാൽ, ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ ചെന്ന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോയാല് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തിരിച്ചറിയൽ വിവരങ്ങൾ നമ്മൾ കൊടുക്കണം അല്ലെ. പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കണ്ടേ? കൊടുക്കാറില്ലേ? നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ഇവിടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയില് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആണ് അങ്ങനെ കൊടുക്കുക അല്ലെ. അവർ തരുന്ന ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പേഷ്യന്റിന് പറ്റുന്നില്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആണ്, അവരിൽ കൂടെ ആരാണ് വന്നിരിക്കുന്നത് അവരാണ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ അവർ കൃത്യമായിട്ട് ഈ ഓരോ പേഷ്യന്റിനെയും തിരിച്ചറിയാനുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ സെൻട്രൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് മാനുവൽ സിസ്റ്റം ഒന്നല്ലെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കും ഇല്ലേ. നമ്മളിപ്പോ ആ ഫയലിലൊക്കെ നമ്മൾ എഴുതിയല്ലേ വെക്കുന്നത്. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഫയലുകളിൽ അവർ എഴുതി വെക്കും. അത് കൂടാതെ അവർ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക് ആയിട്ട് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും ഇല്ലേ. കമ്പ്യൂട്ടറിൽ ഒരു രേഖ ക്രിയേറ്റ് ചെയ്യും. അത് കൂടാതെ നമ്മുടെ മാനുവൽ ആയിട്ട് ഒരു ഫയൽ പോലെ ക്രിയേറ്റ് ചെയ്ത് എഴുതി വെക്കുകയും ചെയ്യും. അത് രണ്ട് രീതിയിലും, അതൊരു ആൽഫബറ്റിക് ഓർഡറിലാണ് അത് അവർ ഫയൽ ചെയ്യുന്നത്. അത് ആദ്യം ആൽഫബറ്റിക് ഓർഡർ അറിയാലോ. നമ്മുടെ എന്തൊരു ഇത് വന്നാലും ആൽഫബറ്റിക് ഓർഡറിൽ പെട്ടെന്ന് കണ്ടെത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫയൽ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ അവരിത് കമ്പ്യൂട്ടറിലും ഫയൽ ചെയ്ത് വെക്കുന്നുണ്ട്, ഫയൽ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതുപോലെ മാനുവൽ ആയിട്ട് എഴുതിയും തയ്യാറാക്കി വെക്കുകയും ചെയ്യും. അതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഓർത്തായി അവരുടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. അത് അവര് ഫയലില് എന്ത് ചെയ്യുന്നു? മാനുവൽ ആയിട്ട് എഴുതിയ ഫയലും തയ്യാറാക്കും. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറിലും അവര് ഇതിനുള്ള ഫയലുകൾ തയ്യാറാക്കുന്നുണ്ട്. ക്ലിയർ ആണോ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് മനസ്സിലായോ? ഓക്കെ. പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. നമുക്കൊരു പേഷ്യൻസിനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻ പേഷ്യന്റ് ആയിക്കോട്ടെ ഷുഡ് ബി ഗിവൺ എ ഐഡന്റിഫിക്കേഷൻ കാർഡ്. ഒരു കാർഡ് തരും അല്ലെ. തരാറുണ്ടോ അവര്? നമ്മുടെ പേരും അഡ്രസ്സും അതുപോലെ ഏത് ഡോക്ടറെയാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ OP നമ്പർ, നമ്മുടെ നമ്പർ, പെർമനന്റ് നമ്പർ മുതലായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഒരു കാർഡ് തരാറില്ലേ, ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ്. അതാണ് ഈ പറയുന്നത് കേട്ടോ. പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. ഈച്ച് ന്യൂ പേഷ്യന്റ് രജിസ്റ്റർ. പുതിയതായിട്ട് ഏതൊരു പേഷ്യന്റ് അവിടെ രജിസ്റ്റർ ചെയ്താലും അതിപ്പോ ഔട്ട് പേഷ്യന്റ് ആവാം ഇൻ പേഷ്യന്റ് ആവാം, ഷുഡ് ബി ഗിവൺ എ ഐഡന്റിഫിക്കേഷൻ കാർഡ്. ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് തരും അല്ലെ. ആ കാർഡാണ് നമ്മൾ പിറ്റേ പ്രാവശ്യം പോകുന്ന സമയത്ത് കാണിക്കുന്നത് അല്ലെ. അതിൽ നിന്ന് തന്നെ അവരെല്ലാ ഇൻഫർമേഷനും എടുത്തോളും അല്ലെ.
Then appointment system. ഇനി അവർക്ക് അപ്പോയിന്റ്മെന്റ് സംവിധാനം എങ്ങനെയായിരിക്കും? In all referral or specialty hospital, the appointment system should be practiced. എന്താണ്? All the patients must notice the appointment system except labor and emergency cases. അപ്പൊ ഇവിടെ എപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ന് പറയുന്നത് in all referral or specialty cases, the appointment system should be practiced. അപ്പൊ നമുക്കറിയാം ഇപ്പൊ എല്ലാ രീതിയിലും എല്ലാ കേസുകൾക്കും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങളോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ റെഫറലിൽ എല്ലാ പേഷ്യൻസിനും ഇപ്പൊ അവിടെയുള്ള റെഫറൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ന് പറയുന്നത് ഷുഡ് ബി പ്രാക്ടീസ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നിലനിർത്തേണ്ട കാര്യമാണ്. എപ്പോഴും അവിടെ ആ ഒരു നല്ല രീതി അവിടെ അപ്പോയിന്റ്മെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു രീതി അവിടെ നിലനിർത്തണം. അതായത് എല്ലാ പേഷ്യൻസും അപ്പോയിന്റ്മെന്റ് സംവിധാനം എപ്പോഴും എടുത്തിട്ട് വേണം വരാനായിട്ട്. അല്ലെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റ് സംവിധാനം നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം എന്തിനു വേണ്ടിയാ? അവിടെ തിരക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാ. എക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി കേസ്. ഒരു ലേബർ കേസിന് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ പറയാൻ പറ്റുമോ? ഒരു ലേബർ കേസിന് അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ലേബർ കേസുകൾ അല്ലെങ്കിൽ എമർജൻസി കേസുകൾ ഒഴികെ എല്ലാവരും എല്ലാ പേഷ്യൻസും നിർബന്ധമായിട്ടും അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ന് പറയുന്ന ഒരു രീതി പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം പ്രോപ്പർ ആയിട്ട് ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു റെഫർ ചെയ്ത് പോകുന്ന ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എവിടെയും നമ്മൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒത്തിരി ഒഴിച്ചു നിർത്തുന്നത് ആരൊക്കെയാണ്? ലേബർ ആൻഡ് എമർജൻസി കേസുകളിലുള്ള പേഷ്യൻസിനെ മാത്രമായിരിക്കും. ഓക്കെ അല്ലേ? അടുത്തതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യന്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ബൈ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇൻ സ്പെസിഫൈഡ് പേഷ്യന്റ് റെക്കോർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡയഗ്നോസ്റ്റിക് റെക്കോർഡുകൾ പലതരത്തിലുള്ള ലാബുകളിലോ അല്ലെങ്കിൽ എക്സ്റേയോ സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള രോഗനിർണയം നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഇവിടെ ഔട്ട് പേഷ്യൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഔട്ട് പേഷ്യന്റിന്റെ കാര്യമാണ്. ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ, രോഗനിർണയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്, സ്പെസിഫിക് ആയിട്ടുള്ള ആ പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ മെഡിക്കൽ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് സ്കെയിൽ ചെയ്ത് അല്ലെങ്കിൽ രേഖാമൂലം രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തരുന്ന റിപ്പോർട്ട് ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി നമ്മൾ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് അല്ലെങ്കിൽ വന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവരുടെ റിപ്പോർട്ടുകൾ തരാറുണ്ടോ? എല്ലാ ഹോസ്പിറ്റലിലും റിപ്പോർട്ട് തരുമോ? നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു എക്സ്റേ എടുത്തു, അതൊക്കെ നമുക്ക് ആവശ്യപ്പെട്ടാൽ മാത്രമല്ല അതിന്റെ കോപ്പി തരിക അല്ലെ? ആവശ്യപ്പെടാവുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോപ്പി തരുക. നമ്മളിപ്പോ ഒരു എക്സ്റേ വേണം, എനിക്ക് എക്സ്റേയുടെ റിപ്പോർട്ട് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള കോപ്പി തരും. അല്ലെങ്കിൽ അവരവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറ് അല്ലെ? നമ്മുടെ ഫയലില് പേഷ്യന്റിന്റെ ആ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ഫയലിൽ സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. അത് തന്നെ ഇവിടെയും പറഞ്ഞത് പേഷ്യൻസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യന്റിന് വേണ്ടിയുള്ള റെക്കോർഡുകളിൽ ഇവരെന്ത് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടീം എന്ത് ചെയ്യും? അവർക്ക് കിട്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളും കാര്യങ്ങളും സ്വീകരിക്കുകയും അത് സ്കെയിൽ ചെയ്ത് രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. അത് ഔട്ട് പേഷ്യന്റ് കാര്യമായിട്ട് പറയുന്നത്. ഇനി ഇൻപേഷ്യന്റ് ആകുമ്പോൾ ഇൻപേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ഓൺ ദ വാർഡ് ബൈ വാർഡ് പെർഫോമേഴ്സ്. ഇവിടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് ആകുമ്പോൾ അത് അവിടെ ആരാ ചെയ്യുക? ഈ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആരാണ് അത് വാങ്ങി സൂക്ഷിച്ചു വെക്കുന്നത്? പേഷ്യന്റിന്റെ റെക്കോർഡായിട്ട് ആരാ സൂക്ഷിച്ചു വെക്കുക? ആ വാർഡിലുള്ള അല്ലെങ്കിൽ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ നേഴ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും തമ്മില് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇൻപേഷ്യന്റ് ആകുമ്പോൾ അവിടെ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ നേഴ്സ് ആണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് എങ്കിൽ ഔട്ട് പേഷ്യന്റ് ആകുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം ക്ലിയർ ആണോ? Okay. Then next വരുന്നത് health center. The health center or clinic normally direct patients to the hospital within a referral letter. അപ്പൊ നമുക്കൊരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ നിന്നും നമ്മൾ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. നമുക്കൊരു റെഫറൽ ലെറ്റർ തരും അല്ലെ?
അവര് നമ്മളൊരു ക്ലിനിക്കിൽ കാണിച്ചു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്ററിൽ കാണിച്ചു. നമുക്ക് ഒരു പനിയായിട്ട് നമ്മളൊരു ഹെൽത്ത് സെന്ററിൽ പോയി എന്ന് വിചാരിക്കാം. അവരൊരു ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറയുന്നില്ല. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അവര് പറയില്ലേ അടുത്ത ഡോക്ടർ ഹോസ്പിറ്റലിലേക്കൊക്കെ കൂടി നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഞാൻ റെഫർ ചെയ്ത് തരാം, മറ്റു ഡോക്ടറിനെ റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു റെഫറൽ ലെറ്റർ തരും അല്ലെ അവര്. അല്ല, റെഫറൽ ലെറ്റർ ആണ് നമ്മളെ ആ മറ്റു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഡയറക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നയിക്കുന്നത്. The hospital and health center must develop a clear referral and appointment system for both new and established patients. ഒരു ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അവരെപ്പോഴും നിർബന്ധമായിട്ടും ഒരു ശരിയായ രീതിയിലുള്ള ഒരു റെഫറൽ ആൻഡ് അപ്പോയിന്റ്മെന്റ് സംവിധാനം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഫോർ ബോത്ത് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ് പേഷ്യന്റ്, ഒരു പുതിയതായിട്ട് വരുന്ന പേഷ്യന്റ് ആവാം അല്ലെങ്കിൽ നിലവിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആവാം, അവർക്ക് നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് അതിനുള്ള സൗകര്യം അവിടെ ഹെൽത്ത് സെന്ററിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഇത് തന്നെ ചെയ്യാറുണ്ട് അല്ലെ. അവർക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എങ്കിൽ അവരുടനെ നമ്മൾ റെഫർ ചെയ്ത് അവിടെ അല്ലെ മറ്റു സ്ഥലത്തേക്ക്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ റെഫർ ചെയ്യാൻ വളരെ വ്യക്തമായി തന്നെ റെഫറൽ അതുപോലെ അപ്പോയിന്റ്മെന്റുകളുടെയും ഒരു സംവിധാനം നമ്മളവിടെ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ചില ഹോസ്പിറ്റലിൽ നിന്ന് അറിയായിരിക്കും നമ്മൾ റെഫർ ചെയ്ത് അവരവിടെ അപ്പോയിന്റ്മെന്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇല്ലേ. അടുത്ത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഒക്കെ ചെയ്ത് ഇവിടുത്തെ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മളെ വിടുക അല്ലെ. കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അപ്പൊ ആരെങ്കിലും അങ്ങനെയാണ്, ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും അങ്ങനെയാണ്. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള റെഫറൽ ആൻഡ് അപ്പോയിന്റ്മെന്റ് സംവിധാനം ഒരു ഹെൽത്ത് സെന്റർ ആയാലും ക്ലിനിക് ആയാലും ഒരു ഹോസ്പിറ്റൽ ആയാലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അടുത്തതാണ് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. അപ്പൊ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പേഷ്യന്റിനെ നമുക്ക് വെറുതെ അങ്ങനെ റെഫർ ചെയ്ത് വിടാൻ പറ്റില്ല. 3 copies should be received by the hospital. ആ റെഫറലിന് വേണ്ടി ഒരു ഡോക്ടർ റെഫറൽ എഴുതി വിചാരിക്കും. നമുക്കൊരു പേപ്പർ തയ്യാറില്ലേ അവിടെ നിന്ന് റെഫറൽ ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് സൈൻ ചെയ്ത് അവർ റെഫർ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ കോപ്പി തരാറില്ലേ? തരാറുണ്ടോ? പോകുന്ന സമയത്ത് അതവിടെ കാണിക്കണം എന്ന് പറഞ്ഞ് തരും. അപ്പൊ അങ്ങനെ ഒരു 3 കോപ്പി ഈ ഒരു റെഫറൽ ലെറ്ററിന്റെ 3 copies should be received by the hospital. ഹോസ്പിറ്റലിന് 3 കോപ്പി കൊടുക്കണം. അതിന് ഫസ്റ്റ് 2 കോപ്പി should be presented to the hospital by the patient, while the 3rd copy should be retained by the referring health center or clinic. അപ്പൊ 3 കോപ്പി ഈ ഒരു ലെറ്ററിന്റെ വേണം. അതിന് 2 കോപ്പികള് ആദ്യത്തെ 2 കോപ്പികൾ എവിടെ കൊടുക്കാനുള്ളതാ? എവിടെ കൊടുക്കാനുള്ളതാ? എവിടെ കൊടുക്കാനുള്ളതായിരിക്കും? should be presented to the hospital by the patient, while the 3rd copy ആദ്യത്തെ 2 കോപ്പി നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ പോകുന്നത് ആ ഹോസ്പിറ്റലിൽ കൊടുക്കണം. മനസ്സിലായോ? മൂന്നാമത്തെ 3rd കോപ്പി എന്ന് പറയുന്നത് ആര് നിലനിർത്തണം എന്നാ പറയുന്നത്, ആര് സൂക്ഷിക്കണം എന്നാ പറയുന്നത്? ആര് സൂക്ഷിക്കണം? ആ റെഫർ ചെയ്യുന്ന ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? റെഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലെറ്ററിലെ അതിന് 3 കോപ്പി വേണം. അതിൽ 2 എണ്ണം ഏത് ഹോസ്പിറ്റലിലേക്കാണ് അവര് റെഫർ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ കൊടുക്കണം. മനസ്സിലായോ? മൂന്നാമത്തെ കോപ്പി എവിടെയാണ് വെക്കേണ്ടത്? ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ക്ലിനിക്കൽ സെന്റർ ആണോ റെഫർ ചെയ്തിരിക്കുന്നത് അവരാണത് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? Then after treatment, the first copy should be passed on the health center or hospital as feedback information, and the second copy should be retained in the hospital. ഇനി നമ്മൾ 2 എണ്ണം കൊടുത്തിട്ടില്ലേ? നമ്മളെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ടോ? കൊടുത്തതെന്നും സങ്കല്പിക്ക് കൊടുത്തു അല്ലെ. കൊടുത്തതില് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പൊ നമുക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് അവർ തന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്തതിന് വേണ്ടി അവരുടെ ആവശ്യമുള്ള സർവീസുകൾ കിട്ടിക്കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അതിൽ 2 കോപ്പി കൊടുത്തതിൽ 1 കോപ്പി എന്ത് ചെയ്യുന്നു? പാസ്ഡ് ഓൺ ദ ഹെൽത്ത് സെന്റർ ഓർ ഹോസ്പിറ്റൽ ആസ് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ. ഫീഡ്ബാക്ക് ആയിട്ട് തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ റെഫർ ചെയ്ത് വിട്ടത്, ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ഹെൽത്ത് സെന്ററിൽ നിന്നാണോ നമ്മൾ റെഫർ ചെയ്ത് വിട്ടത് അവരിലേക്ക് അയക്കും. മനസ്സിലാവുന്നുണ്ടോ? മിസ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് 3 കോപ്പി ആയിരുന്നു. അതിന് 2 എണ്ണം നമ്മൾ റെഫർ ചെയ്ത് പോയ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് 1 കോപ്പി, ആ 2 എണ്ണം കൊടുത്തതിൽ 1 കോപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എവിടെ നിന്നാണോ വന്നേ ആ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അയക്കും. മനസ്സിലായോ?
ക്ലിയർ ആയോ? ഇനി രണ്ടാമതൊരു കോപ്പി കൂടി അവരെ ആ കോപ്പി അവരവിടെ സൂക്ഷിക്കും. മനസ്സിലായോ? ഇപ്പൊ 2 കോപ്പി ഇപ്പൊ ആരുടെ അടുത്തെത്തി? രണ്ട് കോപ്പി ആദ്യത്തെ ഹെൽത്ത് സെന്ററിലുള്ള അവരുടെ അടുത്ത് തന്നെ ഇപ്പൊ 2 കോപ്പി ഉണ്ട് അല്ലെ. ഒരെണ്ണം അവർ അയച്ചപ്പോ തന്നെ അവർ സൂക്ഷിച്ചു വെച്ചത്, രണ്ടാമത്തത് ഫീഡ്ബാക്ക് ആയിട്ട് വന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഫറൽ ഓഫ് എ പേഷ്യന്റ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന്റെ ബാക്കിയെടുക്കാം കേട്ടോ. അത്രയും ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.